പയ്യനാണെങ്കിൽ അവന്റെ അച്ഛൻ വാങ്ങി കൊടുത്ത ഡ്രോണുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇത് ക്രാഷായി എവിടെയൊക്കെ ചെന്ന് വീഴുന്നു. അങ്ങനെ അവനത് തപ്പി വരുമ്പോൾ പെട്ടെന്ന് ആ കാട്ടിൽ ഒരു ബങ്കർ ഇവൻ ശ്രദ്ധിക്കുന്നു. പക്ഷെ ഇത്രയും വലിയ ആഴമുള്ള സാത്രം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൻ ഉടനെ തന്നെ ഡ്രോൺ എടുക്കാൻ വേണ്ടി ഒരു മരത്തിലേക്ക് കയറുന്നു. പക്ഷെ അവന്റെ ബാലൻസ് പോയി അവൻ താഴെ വീണ് കൈയും കാലും എല്ലാം മുറിഞ്ഞു വരുന്നു. ഇത് വീട്ടിൽ പറഞ്ഞാൽ മുറിവിൽ മരുന്ന് വെക്കുന്നതിന് പകരം അടിയായിരിക്കും കിട്ടുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ പുറത്തുനിന്ന് ബ്ലഡൊക്കെ കഴുകി കളഞ്ഞ് അകത്തുനിന്ന് അമ്മയുടെ കുറെ പെയിൻ കില്ലറും എടുത്ത് കഴിക്കുന്നു. എന്നിട്ട് അവൻ അന്ന് തന്നെ അവന്റെ പാരന്റ്സിനോട് കാട്ടിൽ കണ്ട ആ കുഴിയുടെ കാര്യം ചോദിക്കുന്നു. അപ്പൊ അവരും അവർക്ക് അത് യുദ്ധത്തിന് വരുമ്പോൾ ഒളിക്കാനുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പിറ്റേന്ന് തന്നെ അവന്റെ പാരന്റ്സിനെയും ചേച്ചിയൊക്കെ മയക്കി ആ ഒരു കുഴിക്കുള്ളിലേക്ക് കൊണ്ടിടുന്നു. അവിടുത്തെ സെർവൻസിനെയും ഓരോന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവൻ മാറ്റി നിർത്തുന്നു. എന്നിട്ട് ആ ഒരു പയ്യൻ അവന്റെ അച്ഛന്റെ കാറും ATM ഒക്കെ എടുത്ത് പുറത്തു പോയി അവനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അവനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഗെയിം കളിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവന്റെ പാരന്റ്സ് ഇവൻ എപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ ഒന്നിനും സമ്മതിക്കാതെയാണ് വളർത്തിയിരുന്നത്. ആ ഒരു ഫ്രീഡം അനുഭവിക്കാനായിട്ടാണ് അവനിപ്പോ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അവസാനം ഇവന്റെ പാരന്റ്സിന് അവന്റെ തെറ്റ് മനസ്സിലാകുമ്പോൾ അവൻ തന്നെ ഏണി വെച്ചു കൊടുത്ത് അവരെ പുറത്തെത്തിക്കും.